വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ വന്നിട്ട് നമുക്ക് ആത്മവിശ്വാസം കുറയ്ക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതിലൊരു കാരണമാണ് ബ്ലാക്ക് കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത്. എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതൊന്നല്ലത് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പ് അല്ലെങ്കിൽ റിങ്കിൾസും വരും. റിങ്കിൾസ് നമുക്ക് പ്രായമാകുമ്പോൾ വരുന്ന സംഭവം തന്നെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും റിങ്കിൾസും പല പല കാരണങ്ങൾ കൊണ്ടും വരാവുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഹോം റെമഡീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് കുറവ് വരുള്ളൂ കേട്ടോ. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിങ്കിൾസ് വരുന്നതെന്നും അതുപോലെ തന്നെ ഈ ഡാർക്ക് സർക്കിൾസ് വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച നോക്കാം. അപ്പൊ ആദ്യം കാരണം കണ്ടെത്തിയിട്ട് വേണ്ടേ നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഉറക്കക്കുറവ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് അറിയാം പലർക്കും പല സമ്മർദ്ദങ്ങളും എന്താ പറയാ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടാവാം. പിന്നെ ഫോൺ നോക്കിയിരുന്നാൽ നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നതാണ് പറയാ. പക്ഷെ നമ്മളിൽ പലരും, ഞാനടക്കം അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ മാത്രമല്ല ഉദ്ദേശിച്ചത് നമുക്ക് മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഉറക്കക്കുറവുള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അതിനുള്ള പരിഹാരം ആദ്യം ചെയ്യണം. നമ്മൾ മാക്സിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഉന്മേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതായത് കണ്ണിന് ചുറ്റുള്ള കറുത്ത ആ നിറം പോകാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു ഉന്മേഷം നമുക്കൊരു കാര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു 7 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങണം. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. ഉറക്കക്കുറവ് ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കിന്നിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഉറങ്ങുക എന്നുള്ളത് മെയിൻ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉറക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പാണ് നിങ്ങളുടെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വന്നിരിക്കും. ഉറക്കക്കുറവ് എന്തായാലും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിന് കാരണമാകും. അപ്പോൾ അതൊരു എന്താ പറയാ കറുത്ത നിറമായിട്ട് രൂപപ്പെടുന്നതിന് കാരണമാകും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിർജ്ജലീകരണമാണ്. അതെല്ലാത്തിലും നമ്മുടെ സ്കിന്ന് മങ്ങുന്നത് തന്നെ നിർജ്ജലീകരണമാണ്. നല്ല പോലെ വെള്ളം കുടിക്കുക. ഇപ്പോ നമ്മള് വെയിറ്റ് 25 കിലോ വെയിറ്റിന് നമ്മൾ 1 ലിറ്റർ വെള്ളം എന്നുള്ള തരത്തിൽ വേണം നമ്മൾ കുടിക്കാനായിട്ട്. അപ്പൊ നിർജ്ജലീകരണം മെയിൻ ആയിട്ടുള്ള കാരണം കൂടിയാണ് കേട്ടോ. പിന്നെ പലർക്കും ജനിതകപരമായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. അത് പണ്ട് മുതലേ നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ അത് നോക്കണ്ട എന്നുള്ള പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം അത് ജനിതകപരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ കണ്ണിന് കൊടുക്കുന്ന സമ്മർദ്ദമാണ്. അതായത് നമ്മൾ ഒരുപാട് നേരം ജോലി ചെയ്യുന്നവരുണ്ടാവും, സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നോക്കിയിരിക്കാതെ നമ്മൾ കുറച്ചു നേരം ഇടവേളകൾ കൊടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിലും നമ്മുടെ ഈ കണ്ണിന് ചുറ്റുള്ള രക്തക്കുഴലുകൾ വികസിക്കും, കണ്ണിന് ചുറ്റും കറുപ്പ് അനുഭവപ്പെടും. പിന്നെ സൂര്യപ്രകാശം, നമ്മൾ വെയിലത്ത് ഇങ്ങനെ നടക്കുന്നവരുണ്ടായിരിക്കാം. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ കുട പിടിക്കുക. അതൊക്കെ നാണക്കേടായിട്ട് കരുതിയിട്ടൊന്നും കാര്യമില്ല. പലരും കുട പിടിക്കുന്നത് നാണക്കേടൊക്കെ ആയിട്ട് കരുതുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നല്ല. നമ്മൾ നമ്മുടെ സ്കിൻ സംരക്ഷിക്കുന്നതിന്, നമ്മുടെ എന്താ പറയാ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത് ചെയ്യാനായിട്ട് പലരും എന്താ പറയാ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുറയും. പിന്നെ മോയ്സ്ചറൈസ് ചെയ്യുക. കണ്ണിന് ചുറ്റും എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പരിഹാരം ഹോം റെമഡീസ് ആയിട്ടും ഒപ്പം തന്നെ നമ്മളത് ചെയ്തുകൊണ്ട് പോവുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാരണം അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണ്. നമ്മൾ പുറത്തുനിന്നും അതൊക്കെ വാരി വലിച്ച് കഴിക്കുന്നവരാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നല്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല. വിറ്റാമിൻ എ, ഇരുമ്പ്, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്ത് കഴിക്കുന്നില്ല. അറിയാണ്ട് ഞാൻ വന്ന് കഴിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ കുറവ് കൊളാജൻ ഉൽപാദനം കുറയ്ക്കും, അതുപോലെ തന്നെ രക്തചംക്രമണം കുറയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ആവും. അപ്പൊ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഫസ്റ്റ് നമ്മളെ ബാധിക്കുന്നത് ഈ കണ്ണ് തന്നെയാണ്. കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വരും, റിങ്കിൾസ് വരും. പ്രായമാകുമ്പോഴാണ് വരിക എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ നേരത്തെ തന്നെ വരും. അപ്പൊ ആദ്യം തന്നെ ഇതൊക്കെ നമ്മളിതൊക്കെ എന്താ പറയാ ഭക്ഷണത്തിലൂടെയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രായമാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അലട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് വയസ്സായി ഇനി വന്നവര് അതിനുള്ള പരിഹാരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ബാക്കിയുള്ളവര് ശ്രദ്ധിക്കുക. അതുപോലെ സൂര്യപ്രകാശം അധികം ഏൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കുട പിടിക്കുക. വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ പരമാവധി വെയിലൊക്കെ ഒഴിവാക്കാം. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പിന്നെ പോകും വേണമല്ലോ, അത് വേറെ കാര്യം.
പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, വിറ്റാമിൻ കെ ഉള്ളത്, ഇരുമ്പുള്ളത്, ആന്റി ഓക്സിഡന്റുകളുള്ളത്, ഈ സാധനങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് മാറും. പിന്നെ ഹോട്ടലിലെ ഒരുപാട് എന്താ പറയാ ജങ്ക് ഫുഡ്സ് നല്ലപോലെ കഴിക്കുക, അത് ഒഴിവാക്കുക. വല്ലപ്പോഴൊക്കെ കഴിക്കുക. ഡെയിലി പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.